ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂർ. അപ്പോൾ സിനിമകൾ എല്ലാവരുടെയും, അതായത് മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, അതുപോലെ തന്നെ ദിലീപ്, ഇവരൊക്കെ സിനിമകൾ വരാൻ പോവുകയാണ്. നിങ്ങളറിഞ്ഞില്ലേ? ഗംഭീര സിനിമകളൊക്കെ വരാൻ പോവുകയാണ്. അതുപോലെ ദുൽഖർ സൽമാൻ, ഇവരൊക്കെ സിനിമകൾ എന്തായാലും ഈ ഓണം സമയത്തേക്ക് എല്ലാ സിനിമകളും ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്, എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് കളങ്കാവൽ എന്ന സിനിമ. കാരണം മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് റോളാണ് അതിൽ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, സൈനൈഡ് മോഹൻ്റെ കഥയാണെന്ന് നമുക്കറിയാം. സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞ വ്യക്തി 10-20 സ്ത്രീകളെ കൊന്നിട്ടുള്ള വ്യക്തിയാണ്. 25ഓളം സ്ത്രീകളെ കൊന്നു എന്നാണ് ആൾ പറയണതെങ്കിലും പോലീസിൻ്റെ കണക്കിൽ 20ഓളം സ്ത്രീകളുള്ളൂ. 5 പേരെ കൂടുതൽ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അവരൊന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആ സൈനൈഡ് മോഹൻ്റെ കഥ ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കാം. അപ്പോൾ സൈനൈഡ് മോഹൻ്റെ കഥ വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ്. അത് വിനായകനാണ് ആ സിനിമയിലെ നായകൻ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ. മമ്മൂക്ക സിനിമയിലെ വില്ലൻ, അതായത് ഈ സൈനൈഡ് മോഹൻ്റെ കഥാപാത്രം. അപ്പോൾ അത് ഗംഭീര സിനിമയാവുന്ന നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയാവുന്ന സിനിമയാണ്. മാത്രമല്ല, മമ്മൂക്കയുടെ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു സിനിമ, പ്രതീക്ഷയുള്ള സിനിമ. അപ്പോൾ ആ സിനിമ ഏകദേശം ഓണത്തോടു കൂടെ റിലീസാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ, സത്യനന്ദിക്കാടിൻ്റെ സ്നേഹപൂർവ്വം എന്ന സിനിമ വരാൻ പോവുകയാണ്. അതും നമുക്ക് എന്തായാലും സത്യനന്ദിക്കാടിൻ്റെ സിനിമയാകുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു നല്ലൊരു സിനിമ, ഒരു 70% മുകളിൽ നിൽക്കാവുന്ന സിനിമയായിരിക്കും. എന്തായാലും ഒരിക്കലും മോശം സിനിമയാവില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലാലേട്ടൻ്റെ സത്യനന്ദിക്കാടിൻ്റെ സിനിമ എന്ന് പറയുന്നത്. ഒരിക്കലും മോശം സിനിമയാവില്ല, എന്തായാലും എബോ എവറേജ്. സ്നേഹപൂർവ്വമല്ല, ഹൃദയപൂർവ്വം. സോറി സ്നേഹപൂർവ്വമല്ല, ഹൃദയപൂർവ്വം എന്നാണ്. ഞാൻ പെട്ടെന്ന് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞു. ഹൃദയപൂർവ്വം, ഹൃദയത്തിൽ നിന്ന് വരുന്ന നല്ലൊരു എന്താ പറയുക, ഫാമിലി മൂവി അങ്ങനത്തെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളൊരു സിനിമയായിരിക്കും എന്തായാലും. അല്ലാതെ അടി ഇടി തല്ലും കുത്തൊന്നുണ്ടാവില്ല. വളരെ രസകരമായിട്ടുള്ള സിനിമയായിരിക്കും. ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്, സുരേഷ് ഗോപിയുടെ. പുല്ലുകളെ മോഹൻ തോമസിൻ്റെ ഉച്ചിഷ്ടം അമേദ്യം കൂട്ടിക്കുഴച്ച സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ് ഓർമ്മ വരിക. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ വരുന്നുണ്ട്. അതൊരു ഒറ്റക്കൊമ്പൻ തന്നെയാണ് ആൾ. അപ്പോൾ അതൊരു നല്ലൊരു സിനിമയാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. തമിഴാണെന്ന് മാത്രം. അതും ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംവിധായകനും തിരക്കഥ സംഭാഷണം എഴുതുന്ന ഒരു സംഗീതജ്ഞനും ഒക്കെ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഭാഗവതരുടെ കഥ പറയുന്നൊരു സിനിമയാണ് കാന്ത എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ വരാൻ പോവാണ്. ദിലീപിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്. അതിന് ദിലീപിൻ്റെ ഭയഭക്തി ബഹുമാനം എന്ന സിനിമ വരാൻ പോവാണ്. ആ സിനിമ വെറൈറ്റി സിനിമയാണെന്ന് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടീച്ചർ.